ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അക്കൂസ് ക്യാൻവാസ്. ഞാൻ അക്കു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി, അഥവാ നിർമ്മിത ബുദ്ധിനെ പറ്റി. 2015 ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് 18th സെഞ്ച്വറി ഓൺവേർഡ്സ് ഈ ഒരു എന്താ പറയുക ടെക്നോളജി എക്സിസ്റ്റിംഗ് ആണെങ്കിലും, പക്ഷേ ഈ നമ്മളെ ഇപ്പോഴത്തെ 21st സെഞ്ച്വറി ഓൺവേർഡ്സ് ആണ് ഇത് ഭയങ്കര ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഡിമാൻഡ് ആകുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തിന് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്, നമുക്കത് ബേസിക് തൊട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല, നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ +2 കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ്. അതുമാത്രമല്ല, നിങ്ങൾ എന്ത് വേണേലും, ചിലപ്പം വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കാം, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻവാസിലൂടെ നിങ്ങൾക്ക് അതിനെ വ്യക്തമായിട്ട് A to Z കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിച്ചു തരാം. സോ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് വെൽക്കം ടു അക്കൂസ് ക്യാൻവാസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളുള്ള സംഭവമാണ്. നമ്മളോട് ഒരാൾ ചോദ്യം ചോദിച്ചാൽ നമുക്കത് കേട്ട് അത് മനസ്സിലാക്കി നമുക്കൊരു മറുപടി പറയാൻ പറ്റും. നമുക്കൊരു ഫോട്ടോ തന്നാൽ, ഒരു ഇമേജ് തന്നാൽ നമുക്കത് കണ്ടിട്ട് അത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു കമ്പ്യൂട്ടറിന് ഇത് പോസിബിൾ അല്ല. കമ്പ്യൂട്ടറിന് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പറയാറില്ലേ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന്. അപ്പം ഇത്ര ഇമ്പോസിബിലിറ്റിയെ പോസിബിലിറ്റി ആക്കാൻ വേണ്ടി നമ്മൾ AI പ്രോഗ്രാമിംഗ് കൊണ്ടുവരുന്നത്. AI പ്രോഗ്രാമിങ്ങിലൂടെ ഈ കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് കേട്ട് മനസ്സിലാക്കി ഒരു മറുപടി പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒരു സാധനം കാണിച്ചു കൊടുത്താൽ അത് എന്താണെന്ന് വരെ ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലക്സ, സിരി, ബിക്സ്ബി ഒക്കെ. നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതറിയാം. നിങ്ങൾ ജസ്റ്റ് അലക്സൻ്റെ അടുത്തോ അല്ലെങ്കിൽ സിരിൻ്റെ അടുത്തോ ഹായ് സിരി, എന്താണ് ഇന്നത്തെ എന്താ പറയുക ന്യൂസ് എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ വെതർ എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ചോദിച്ച സാധനം കേട്ട് അത് ചിന്തിച്ച് അത് പോയി സെർച്ച് ചെയ്ത് ഇന്നത്തെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരാറില്ലേ. അപ്പം ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ അലക്സ, ബിക്സ്ബി ആയാലും സിരി ആയാലും. ഇത്തരം, അതായത് നമ്മൾ ഹ്യൂമൻസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് നമ്മളൊരു സാധനം ചോദിച്ച് കേട്ട് മനസ്സിലാക്കി ഒരു ഉത്തരം പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു സാധനം കണ്ടിട്ട് അത് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമ്മളൊരു കമ്പ്യൂട്ടറിനെ, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മൾ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഒരു കമ്പ്യൂട്ടറിനെ പറഞ്ഞ് അതിനെ പഠിപ്പിച്ച് അതിനൊരു ഇൻ്റലിജൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആവുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെഷീൻ എങ്ങനെ ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തന്നെ ഒരു എക്സാമ്പിളായി മതി. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു സംഭവമാണ് നമ്മൾ എപ്പോഴും ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? നമ്മൾ ചെറുതിലെ ഒരു ബുക്കിൽ നിന്നായിരിക്കും നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കും നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തുക, പച്ച ലൈറ്റ് കാണുകയാണെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കുക. നമ്മൾ ആ പഠിച്ച ബേസിലാണ് നമ്മളിപ്പോഴും ലൈഫിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പം ചുവന്ന സിഗ്നൽ കണ്ടാൽ നമ്മൾ നിർത്തുന്നതും പച്ച സിഗ്നൽ കണ്ടാൽ വണ്ടി എടുക്കുന്നത്, അല്ലേ? അതേപോലെ ഒരു കമ്പ്യൂട്ടറിനും ഒരു ബേസിക്കും അറിയില്ല, അതിലൊന്നും അറിയത്തില്ല. നമ്മളും ഇതേപോലെ അതിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചെടുക്കുന്നത്, ഒരു കമ്പ്യൂട്ടർ അത് കൊടുക്കുന്ന ഒരു ഡേറ്റ, നമ്മൾ ബുക്കിൽ നോക്കുകയാണെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ കമ്പ്യൂട്ടറിന് ഡേറ്റ കൊടുത്താണ് കമ്പ്യൂട്ടർ മനസ്സിലാകുള്ളൂ. കമ്പ്യൂട്ടറിനെ ഡേറ്റ വെച്ച് പഠിച്ചെടുക്കുക, ഒരു മെഷീൻ ഡേറ്റ വെച്ച് ലേൺ ചെയ്യുക അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന്. മെഷീൻ ലേണിംഗ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ ആ കൊടുത്ത ഡേറ്റയിൽ നിന്ന് ഓരോ ഫീച്ചേഴ്സ്, അതായത് ഓരോ, ഇപ്പോൾ പച്ച ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പച്ച എന്ന ഒരു സംഭവം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. മെഷീന് പച്ച എന്ന ചുവപ്പ് എന്ന ഒരു കളർ അതിനറിയത്തില്ല. കമ്പ്യൂട്ടറിന് അതിന് സെപ്പറേറ്റ് ചില ഫീച്ചേഴ്സ് ഉണ്ട്. മാത്തമാറ്റിക്കലി നമുക്കത് കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫീച്ചേഴ്സ്, അത് പാറ്റേൺ റെക്കഗ്നിഷനാണ്. അതിന് മനസ്സിലാക്കുന്ന ഒരു രീതി. നമ്മളിപ്പോൾ ഒരു എക്സാമിന് ഒരു MBBS പഠിക്കുന്ന ഒരാൾക്ക് അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാൾ, രണ്ടുപേരും രണ്ട് ആസ്പെക്ട്സ് ഉള്ള രീതിയിലാണ് പഠിക്കുന്നത്, അല്ലേ? രണ്ട് ഫീൽഡാണ് പഠിക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് ഒരാൾ പഠിക്കുമ്പോൾ അയാൾ പല കാൽക്കുലേഷൻസും പല പാറ്റേൺസ് രീതിയിലായിരിക്കും അയാൾ പഠിക്കുന്നത്. ഒരു MBBS പഠിക്കുന്ന ഒരാൾ അയാളുടെ രീതിയിലുള്ള പാറ്റേൺ വെച്ചിട്ടാണ് അയാൾ പഠിച്ചെടുക്കുന്നത്, ലേൺ ചെയ്യുന്നത്. അതേപോലെ ഒരു കമ്പ്യൂട്ടറിന് എന്ത് സാധനം പഠിക്കണമെങ്കിലും ഒരു പാറ്റേൺ, കൊടുത്ത ഡേറ്റ എന്നൊരു പാറ്റേൺ കണ്ടെത്തി ആണ് അത് മനസ്സിലാക്കുന്നത്. ആ പാറ്റേൺ എങ്ങനെ കണ്ടെത്തുന്ന വെച്ചാൽ അൽഗോറിതം യൂസ് ചെയ്ത്. അൽഗോറിതം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറൈവ്ഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്.
ഇത്തരം ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഒരു കമ്പ്യൂട്ടർ നമ്മൾ കൊടുത്ത ഡേറ്റ എന്ന പാറ്റേൺ മനസ്സിലാക്കുന്നത്. ഇത്തരം പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തൊരു പ്രാവശ്യം വേറൊരു ഇമേജ് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റ് കണ്ടു, അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഒരു പച്ച ലൈറ്റ് കണ്ടു അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ പച്ച എന്ന സംഭവം കണ്ടാൽ അത് നേരത്തെ പഠിച്ച നമ്മളൊരു റെക്കഗ്നൈസ് ചെയ്യും. നമ്മളെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമ്മളും ഓൾറെഡി നേരത്തെ കണ്ട് വെച്ചുള്ള ഒരു ഐഡിയയിലാണ് നമ്മളെപ്പോഴും ഫ്യൂച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മളും ഇതേപോലെ ഒരു ഇമേജ് നമ്മൾ ഫോട്ടോയിൽ ട്രാഫിക് സിഗ്നൽ റെഡെന്നും ഗ്രീനെന്നും ഇത് കണ്ട് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും റിയൽ ലൈഫ് എക്സാമ്പിളിൽ ട്രാഫിക് സിഗ്നൽ റെഡ് കാണുമ്പോൾ നിർത്തുന്നതും പച്ച കാണുന്നതും നമ്മൾ പോകുന്നതും. അതേപോലെ കമ്പ്യൂട്ടർ അടുത്തൊരു പ്രാവശ്യം ഒരു റെഡ് ലൈറ്റ് കാണുവാണെങ്കിൽ വണ്ടി നിർത്തുകയും ചെയ്യും, അതേപോലെ ഗ്രീൻ ലൈറ്റ് കാണുവാണെങ്കിൽ അത് വണ്ടി മുന്നോട്ട് എടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ പാറ്റേൺ റെക്കഗ്നിഷൻ, ആ പാറ്റേൺ ബേസ് ചെയ്തിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഇത് റെഡ് ലൈറ്റ് ആണെന്നും ഗ്രീൻ ലൈറ്റ് ആണെന്നും അതിനെ ബേസ് ചെയ്ത് വേണം ഡിസിഷൻ എടുക്കണമെന്ന്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു. പക്ഷേ ഇത് കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയണമെങ്കിൽ, ഇങ്ങനെ നിർദ്ദേശം പറയണമെങ്കിൽ, ഇത് പഠിക്കാൻ പറയണമെങ്കിൽ നമുക്ക് ആദ്യം കമ്പ്യൂട്ടറിൻ്റെ ഭാഷ അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മലയാളത്തിൽ സംസാരിക്കുന്നതോടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിപ്പോൾ ഞാനിപ്പം വേറെ എന്തെങ്കിലും ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവത്തില്ല. അതേപോലെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുമ്പം C++, ജാവ, അതേപോലെ പൈത്തൺ, റൂബി, ജൂലിയ, സ്കാല, ഇഷ്ടംപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾ പ്രൊഫഷൻ്റ് ആവും, നിങ്ങൾ AI പ്രോഗ്രാമിംഗ് ആണ് താല്പര്യമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾ അത്രയും നോളജബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അതേപോലെ നിങ്ങൾ മാത്സിലും കുറച്ച് ഇൻട്രസ്റ്റ് വരുത്തുക. കാരണം AI പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് മാത്സും അതേപോലെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ്. രണ്ടും ടഫ് ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് ആണ്. രണ്ടിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഒരു ആർട്ടിഫിഷ്യൽ ബ്രെയിൻ പോലെ ക്രിയേറ്റ് ചെയ്ത് യൂസിങ് മാത്സ് നമ്മൾ പല ഇൻ്റലിജൻസും ഈ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു ബേസിസിലാണ് കമ്പ്യൂട്ടർ മെഷീൻ ലേൺ ചെയ്യുന്ന ഒരു മെഷീൻ ഗ്രാസ്പ് ചെയ്യുന്നതും അത് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? പക്ഷേ ഇതിപ്പം മെഷീൻ ലേണിംഗ് ഇതൊരു ബേസിസ് മാത്രമാണ്, ഒരു ബേസിക് എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടാസ്ക് ചെയ്യാനല്ല. ഞാനിപ്പോൾ പറഞ്ഞത് റെഡ് ലൈറ്റ് കാണും വണ്ടി നിർത്തുന്നു, ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ വണ്ടി പോകുന്നത്, ഇത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. ശരിക്കും റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബിസിനസ് കേസ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. യൂബർ എന്ന് പറയുന്നത് ഒരു ക്യാബ് ബുക്കിംഗ് ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. യൂബർ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ ആപ്ലിക്കേഷൻ ഫോൺ എടുക്കുന്നു, ആപ്പ് എടുക്കുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ GPS നമ്മുടെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ ജസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നതിൻ്റെ ലൊക്കേഷൻ കൊടുത്താൽ നമ്മൾ ചുറ്റും അടുത്തുള്ള വണ്ടികൾ, ഏതൊക്കെ വണ്ടികൾ നമ്മൾ ചുറ്റും അടുത്തുള്ളുണ്ട് ആ വണ്ടി നമുക്ക് അവർ തരും റൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ഡ്രൈവർ വരുന്നു, നമ്മൾ ആ കാറായിട്ട് വരുന്നു, നമ്മളത് ട്രാവൽ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരാൾ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത്. 1,000,000 യൂബർ എന്ന ഒരു സംഭവം വേൾഡ് വൈഡ് ഉള്ളതാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പല അമേരിക്കയിലായാലും യൂറോപ്പിലായാലും പലയിടത്തും ഇത് യൂബർ ഉണ്ട്. അപ്പം 1,000,000 കസ്റ്റമേഴ്സ് ആയിരിക്കും. 1,000,000 കസ്റ്റമേഴ്സാണ് അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. നമുക്കൊരു ബിസിനസ്, ഒരു കട ഉണ്ട്, നമുക്കൊരു ഷോപ്പുണ്ട്, നമുക്കൊരു റെസ്റ്റോറൻ്റ് എന്ന് വിചാരിച്ചു. ആ ഒരു റെസ്റ്റോറൻറ്റിൽ ജസ്റ്റ് ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ തന്നെ ധാരാളം ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് എല്ലാം പ്രോഗ്രാം ചെയ്താൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. ഇപ്പം KFC പോലത്തെ ഒരു വലിയൊരു കമ്പനിയാണ്, അത് വേൾഡ് വൈഡ് ബ്രാഞ്ചസ് 11 രാജ്യങ്ങളിലും അത് ഇത്രയും ബ്രാഞ്ചസ് ഉള്ള കമ്പനിയാണ്. ഇത്രയും ഡേറ്റാസ് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത്രയും പവറിൽ നമുക്കൊരു സംഭവം പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഒരു ബിസിനസ് കേസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഒരുപാട് രീതിയിൽ സഹായിക്കുന്നു. അപ്പം നിങ്ങളൊരു ബിസിനസ്മാനാണ്, നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പം നിലവിലുള്ള ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്നാൽ നിങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടി വാല്യുബിൾ ആയിരിക്കും, നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ, അത്രയും ഡിഫിക്കൽട്ടി ആവത്തില്ല. കാരണം അതിനൊരു ബുദ്ധിയുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയറിന് സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ തീരുമാനം എടുക്കുന്നത് എപ്പോഴും ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഒരുപാട് സഹായിക്കും അല്ലേ. കാരണം ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം അതിന് ഓൾറെഡി ഇത്രയും പ്രോസസ്സിങ് പവർ ഉണ്ട്, അത് സ്പീഡ് കാൽക്കുലേഷനാണ്. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ എന്ന് പറയുമ്പോൾ അയാൾ കറക്റ്റ് എല്ലാം ടാലി ചെയ്ത് ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക എന്നാണ്. പക്ഷേ അയാൾക്കും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കമ്പ്യൂട്ടർ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സംഭവം ആക്സസ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട് വരെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയും ഹെൽപ്ഫുള്ളായി ഒരു അക്കൗണ്ടൻറ്റിന്. ചിലപ്പോൾ ഞാനൊരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചെടുത്താൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അക്കൗണ്ടൻസീൻ്റെ ഒരു സംഭവം എനിക്കൊരു ടാസ്ക് തരാണെങ്കിൽ ആ ടാസ്ക് ഞാൻ ചെയ്യുന്ന പകരം എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ റിസൾട്ട് എനിക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ബിസിനസ് കേസസിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ ഇത്രയും ബിസിനസ് കേസസ് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കോട്ടെ ഡെയിലി. ഇതിപ്പം മറ്റുള്ള കൺട്രീസ് ഇതെല്ലാം ഇപ്പോൾ ചൈന ആയാലും ജപ്പാൻ ആയാലും റഷ്യ ആയാലും അമേരിക്ക ആയാലും ഈ AI വേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്ത് അതിന് വേണ്ടി ഒരുപാട് ഫണ്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യ ഒട്ടും പിന്നിലല്ല, നമ്മൾ ഇന്ത്യയും അതിൻ്റെ ബാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി AI ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ടെക്നോളജിയിൽ ഏറ്റവും വലിയ ഷെയറാണ്. AI എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാവും AI ഒരു ഗ്രോത്ത് സ്റ്റേജാണ്. ഇപ്പോൾ അത് ബേബി സ്റ്റേജാണ്, അത് മെച്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ AI റിലേറ്റഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ ടെക്നോളജി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ AI പഠിച്ചാൽ, AIന് വേണ്ടി അത്രയും ഇൻട്രസ്റ്റും പാഷൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്ക് വളരെ സിമ്പിളായിട്ടും വളരെ ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരേ ടാസ്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന എടുക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് മടുക്കില്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ അങ്ങനത്തെ മടുപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു സമയം പഠിപ്പിച്ചു കൊടുത്താൽ, കമ്പ്യൂട്ടർ ചെയ്യാൻ പറഞ്ഞു കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരും. അതേപോലെ സ്റ്റുഡൻസ്, നിങ്ങൾ എന്താ പറയുക, +2 കഴിഞ്ഞിട്ട് ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാത്സിന് താല്പര്യമുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. അതേപോലെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യം ഷാർപ്പാണെങ്കിൽ ഈ ഒരു കരിയർ നിങ്ങൾക്ക് ബെസ്റ്റാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു കരിയർ ചോയ്സ് തിരഞ്ഞെടുക്കുക. അതായത് മാത്സിലും അത്യാവശ്യം മാത്സ് ഇഷ്ടപ്പെടണം എന്ന് തന്നെ പറയുന്നത്. കാരണം മാത്സ് അത്യാവശ്യം +2 മാത്സ് ആണ് ഇതിൻ്റെ വേണ്ടത്. ബേസിക്കലി ആ ഡിഫറൻസിയേഷനും പിന്നെ ലീനിയർ ആൽജിബ്ര എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് മെയിൻ യൂസ് ചെയ്യുന്നത്, കാൽക്കുലസ് എല്ലാം. അതേപോലെ വേറൊരു സംഭവമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏതെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസ് ആയിരിക്കും +2 പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വ്യക്തമായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ AI പ്രോഗ്രാമിംഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത്രയും ആസ്പെക്ട് മനസ്സിലായില്ല, അതായത് എങ്ങനെ ഒരു ബിസിനസ് കേസ് നടത്തുന്നു, അതേപോലെ കരിയർ വൈസ് ആയിട്ട് ഇത് എങ്ങനെ ചൂസ് ചെയ്യണം എന്ന്. അപ്പം കരിയറായിട്ട് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഡെഫിനറ്റ്ലി ഒരുപാട് സ്കോപ്പ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കൺട്രീസ് ഇതിനു വേണ്ടി മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയും അതേപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് IT കമ്പനീസ് ഇപ്പം AI കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്സും എല്ലാം AI ബേസ്ഡ് ആണ്. അതുകൊണ്ട് എപ്പോഴും ജോബ് സ്കോപ്പ് എപ്പോഴും ഓപ്പൺ ആണ്. പക്ഷേ ഇതിന് കമ്പീറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ സ്കില്ല് അതിനനുസരിച്ച് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം. ഡെയിലി ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ബേബി സ്റ്റേജാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് മെച്യൂർ ആയിക്കൊണ്ടിരിക്കുമ്പം അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ട് അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമ്മൾ ഈ ഒരു ഫീൽഡിൽ എപ്പോഴും ആ മുൻപന്തിയിൽ നമ്മൾ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തെറ്റായ വശങ്ങൾ നമ്മൾ ചിലപ്പം പല സിനിമകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് അല്ലേ. അതായത് റോബോട്ട് നമ്മളുടെ വേൾഡിനെ കീഴ്പ്പെടുത്തുന്നതും അല്ലെങ്കിൽ നമ്മൾ റോബോട്ടിൻ്റെ സ്ലേവ് അല്ലെങ്കിൽ അടിമയായി മാറുന്നതൊക്കെ പല മൂവീസിലാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്ര ഐഡിയാസാണ് നമുക്കുള്ളത്. പക്ഷേ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഈ അടുത്തൊന്നും അത് പോസിബിൾ അല്ല. കാരണം ഇപ്പോഴും ടെക്നോളജി ഭയങ്കര കോൺസ്ട്രെയിൻഡ് ലെവലാണ്. മേ ബി നേരത്തെ പറഞ്ഞ പോലെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആണെങ്കിൽ
മേ ബി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഒരു 30-40 വർഷം കഴിഞ്ഞാൽ അത് പോസിബിൾ എത്തിക്കാം. കാരണം ഇപ്പോഴത്തെ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടറായ ഫുഗാക്കു, ജാപ്പനീസ് സൂപ്പർ കമ്പ്യൂട്ടറാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 200 പീറ്റ ഫ്ലോപ്സ് ആണ്. ഒരു പീറ്റ ബൈറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം ഗിഗാബൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് 200 പീറ്റ ഫ്ലോപ്സ്, അതായത് ഒരു സെക്കൻഡിൽ 200 ക്വാഡ്രില്യൺ ഓപ്പറേഷൻസ്, അതായത് 200 ക്വാഡ്രില്യൺ പ്രോസസ്സിംഗ് ആണ് ഒരു സെക്കൻഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മളത് ഹ്യൂമൻ ആയിട്ട് കമ്പയർ ചെയ്യും. നമ്മളുടെ ബ്രെയിനിൻ്റെ പവർ, നമ്മളുടെ ബ്രെയിനിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറയുന്നത്, നമ്മളുടെ സ്പീഡ് ഒരു സെക്കൻഡിൽ ഒരു എക്സാ ഫ്ലോപ്പാണ്. എക്സാ ഫ്ലോപ്പ് എന്ന് പറയുന്നത് 1000 പീറ്റ ബൈറ്റാണ് ഒരു എക്സാ ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, നമ്മളത് ഒരു എക്സാ ഫ്ലോപ്പാണ് നമ്മളുടെ കാൽക്കുലേഷൻ പവർ. ഇപ്പോൾ ഒരു റോബോട്ട് അത്ര വരെ എത്തണമെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ 200 പീറ്റ ഫ്ലോപ്പ് എത്തിയിട്ടുള്ളൂ. അത് 1000 വരെ എത്തുകയും വേണം. അത് മാത്രമല്ല, ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ എടുക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്, നമ്മളെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പൊക്കെ നമ്മളുടെ ഒരു കയ്യിലൊക്കെ നമുക്ക് കൊണ്ട് നടക്കാമെന്നാണെങ്കിൽ, പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടറിന് വേണ്ട സ്പേസ് ഒരു ഫുൾ ഹാളിൽ തന്നെ വേണം. അപ്പം അത്രയും ഹാൾ കണക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഹാളാണ് സ്പേസ് ചെറുതായി വളരെ കുഞ്ഞിതായതിനു ശേഷം മാത്രമേ ഇത്തരം പ്രോസസ്സിങ് സ്പീഡ് നമുക്കൊരു റോബോട്ടിൽ വെച്ച് അതിന് ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു കേപ്പബിലിറ്റി കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുവരെ അത് വരണമെങ്കിൽ ഒരുപാട് കാലം എന്തായാലും എടുക്കും. ഏകദേശം 30-40 വർഷം എടുത്താൽ മാത്രമേ ആ ഒരു ടെക്നോളജി റീച്ച് എത്തത്തുള്ളൂ. അപ്പം അത് വന്നാൽ മാത്രം ഇത്രയും പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി ചിലപ്പോൾ വന്നേക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നിലവിൽ നമുക്ക് എന്തൊക്കെ ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ട് എന്നാണെങ്കിൽ, ഡീപ്പ് ഫേക്ക് ഒരു സംഭവമുണ്ട്. ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ അത് പക്കായിട്ട് മോർഫ് ചെയ്ത് അയാൾ പറയാത്ത സാധനം നമുക്ക് അയാളോട് പറയിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബറാക് ഒബാമ മുമ്പ് എക്സ് പ്രസിഡന്റ് ആണ്, അയാൾ പറയുന്നൊരു സംഭവം അത് വേറെ എന്തെങ്കിലുമായിട്ട് മാറ്റി തിരുത്താൻ പറ്റും. ചിലപ്പം ബറാക് ഒബാമ മലയാളം സംസാരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണിപ്പിക്കാൻ പറ്റും, വേറെ ഏതെങ്കിലും ഭാഷ സംസാരിക്കാൻ കാണിപ്പിക്കാൻ പറ്റും. പക്ഷെ അതൊരു ദോഷഫലം എന്ന് വെച്ചാൽ, തെറ്റായ ആളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇത്തരം വീഡിയോ, നമ്മളെപ്പോഴും കണ്ട സാധനം എപ്പോഴും വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഹ്യൂമൻസ്. നമ്മളൊരു സാധനം പറയാറില്ലേ, ഞാൻ കണ്ടാലേ അത് വിശ്വസിക്കുള്ളൂ എന്ന് പറയാറില്ലേ. അപ്പം ഇത്ര സാധനം നമ്മൾ സാധനം കണ്ടു കഴിഞ്ഞാൽ, ഒരു തെറ്റായ ഒരു ഇൻഫോർമേഷൻ നമ്മൾ തലയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും അത് അവിടെ കിടക്കും. നമ്മൾ പിന്നെ അത് നമ്മൾ മൈൻഡിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ആസ്പെക്ട്, നമ്മൾ നെഗറ്റീവ് രീതിയായിരിക്കും എപ്പോഴും. അതേപോലെ തന്നെ ന്യൂസ് വരുന്ന ന്യൂസ് അത് പല രീതിയിൽ തിരുത്താൻ പറ്റും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട്. പലവരും ഓൺലൈനിലാണ്, ഇപ്പം ഹലോ ആപ്പിലായാലും ഷെയർ ചാറ്റ് ആയാലും പല രീതിയിലാണ് പലർക്കും ഇൻഫോർമേഷൻ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻ അത് ശരിയാണോ അല്ലേ എന്ന് നമുക്ക് ഇപ്പം തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് ഡൗട്ടാണ്, ഞാൻ ഈ സാധനം വായിച്ചത് ഫേക്ക് ആണോ അല്ലേ? അപ്പോൾ ഇത്രയും ഒരുപാട് ഫേക്ക് ന്യൂസ്, ഫേക്ക് ചാനൽസ്, അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ വരും, പല തർക്കങ്ങൾക്ക് അത് കാരണമാണ്, പല പ്രശ്നങ്ങൾക്കും അത് കാരണമാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെയിൻ പ്രോബ്ലം, ഇപ്പം നിലവിലുള്ള പ്രോബ്ലം ഇതൊക്കെയാണ്. ഈ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ഫേക്കായിട്ടുള്ള സമൂഹം സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പം ഏറ്റവും വലിയ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഫേക്ക്, അതായത് ഇപ്പം വേൾഡിൽ ഇല്ലാത്ത ഒരാൾ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഫേസിൻ്റെ ഡേറ്റ വെച്ചിട്ട്, പല മുഖങ്ങളുടെ ഡേറ്റ വെച്ചിട്ട് ജനറേറ്റീവ് അഡ്വേഴ്സൽ നെറ്റ്വർക്ക്, GAN എന്ന് പറഞ്ഞൊരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് വെച്ചിട്ട് പുതിയൊരു മുഖം, അതായത് ഈ വേൾഡിൽ ഇല്ലാത്ത ഒരാളുടെ പോലത്തെ ഒരു മുഖം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇപ്പോഴത്തെ ഒരു ടെക്നോളജി പവർഫുൾ റീച്ച് എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു ഡേഞ്ചറാണ്. നമ്മൾ തെറ്റായ ഒരാളുടെ കയ്യിലാണ്. നേരത്തെ എന്തിനെന്താ റോബോട്ടിൽ അത് അയാൾ ഡോക്ടർ വസീർ കൺട്രോളായിരുന്നപ്പോൾ ആ റോബോട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ മറ്റേ വില്ലൻ്റെ കയ്യിലെത്തിയപ്പം ആ റോബോട്ട് ചീറ്റായി തുടങ്ങി. ഡേഞ്ചറസ് ആണ്. അതേപോലെ തന്നെ ഇത്രയും ടെക്നോളജീസ് നല്ല ആൾക്കാർ യൂസ് ചെയ്താൽ അത് നല്ലതിനാവും, ചീത്ത ആൾക്കാർ യൂസ് ചെയ്താൽ അത് ദോഷത്തിൽ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്തരം എന്തെങ്കിലും റോങ് ആയിട്ടുള്ള സംഭവം നടക്കുന്നുണ്ടെങ്കിലും അതിനെ കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ പാർട്ട് ചെയ്യാൻ വേണ്ടി എന്താ പറയുക ഉള്ള ടെക്നോളജീസും ഉണ്ട്.
ഇപ്പം ഡീപ് ഫേക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അതിനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് അത് ഫേക്ക് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയുള്ള നെറ്റ്വർക്കുകളും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇത് അത്യാവശ്യം ഒരു ലോങ് സെഷൻ ആയിരുന്നു. നിങ്ങൾ ക്ലാരിഫൈഡ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഇത്രയും ടൈം എടുത്തത് തന്നെ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് A to Z അത്യാവശ്യം കാര്യം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡെയിലി ലൈഫിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ്ഡ് ആണ്. നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ സെൽഫി എടുക്കുമ്പോൾ നമ്മൾ മുഖത്തിൻ്റെ അവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഫേസ് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഫേസ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന വെച്ചാൽ ഓൾറെഡി കമ്പനീസ് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിനെ നമ്മൾ ഓരോ മുഖങ്ങളുടെ ഡേറ്റ കൊടുത്ത് ഇത് മുഖമാണ്, ഇങ്ങനത്തെ ഒരു മുഖം അല്ലെങ്കിൽ ഇതേ മുഖത്തിൻ്റെ ആ ഷേപ്പ് വെച്ചിട്ട് ആ ഷേപ്പ് മനസ്സിലാക്കി, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി ഇത് എവിടെയെങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യുക എന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ മുഖത്തിന് മേളിൽ ഒരു സ്ക്വയർ ബോക്സ് വരുന്നതും അതേപോലെ തന്നെ പല ഫിൽറ്റർ, നമ്മൾ ടിക്ടോക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ഫിൽറ്റേഴ്സും പല അതിനകത്ത് കുറേ ഇൻട്രാക്റ്റീവ് ഫിൽറ്റേഴ്സൊക്കെ കാണിക്കുന്നത് എല്ലാം ഇത് ഈ ഒരു ബേസിസിലാണ്. ഈ കണ്ണാടി നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ കണ്ണാടി കൊണ്ടുവരുത്താൻ പറ്റുന്നതും അല്ലെങ്കിൽ പല സ്റ്റിക്കേഴ്സും എന്ത് സാധനം അതിനകത്ത് കൊണ്ടുവരുന്നത് എല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പവർ കൊണ്ടാണ്. അതാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഫിൽറ്റർ, അത് ഓട്ടോമാറ്റിക്കലായിട്ട് കണ്ണ് എവിടെയാണ് ഡിറ്റക്ട് ചെയ്താണ് ആ കണ്ണാടി വെക്കുന്നത്, അല്ലെങ്കിൽ തല എവിടെയാണ്, ഹെഡിൻ്റെ ഭാഗം എവിടെയാണ് ഡിറ്റക്ട് ചെയ്താണ് ആ തൊപ്പി വെക്കുന്നത്. എല്ലാം ഈ AI പവേർഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പവർ കൊണ്ടാണ് ഇത്തരം ആക്ടിവിറ്റീസ്, ഇത്തരം ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. അതേപോലെ ഫേസ് ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഴിവെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ മുഖം എടുത്തിട്ട് അത് വയസ്സാക്കാൻ പറ്റും, വയസ്സ് കുറയ്ക്കാൻ പറ്റും, അതേപോലെ ആണിനെ പെണ്ണാക്കാൻ പറ്റും, പെണ്ണിനെ ആണാക്കാൻ പറ്റും. അപ്പം ഇതും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇത്തരം ആപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ് എന്താ പറയുക ഒരുപാട് ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ ഫേസ് ആപ്പ് വന്ന സമയത്ത് ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തു. അത് യൂസ് ചെയ്തപ്പോഴാണ് അവർക്ക് ആ ഡേറ്റ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഡേറ്റ അവർ പഠിച്ച് അവരുടെ മോഡൽ കുറച്ചും കൂടി സ്ട്രോങ് ആവുകയും കമ്പ്യൂട്ടർ കുറച്ചും കൂടി പവർഫുൾ ആവുകയും ചെയ്യും മോഡൽ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ സംഭവം അവർ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരാളെ മുഖം ഡിറ്റക്ട് ചെയ്യും. അതേപോലെ നമ്മൾ ആ ഫേസ് ആപ്പ് യൂസ് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്ത് സിമ്പിളായിട്ടാണ്, എന്ത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നിക്കളയും. ആ ഫേസ് ആപ്പിൻ്റെ ആ ചേഞ്ചസ് ആണ്, അത് ആണേതാ പെണ്ണേതാന്ന് വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രയും ഫേക്കായിട്ട് തന്നെയാണ് അവർ ഇമേജ് കൊണ്ടുവരുന്നത്. അത് ഡീപ് ഫേക്കിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ ഫേസ് ആപ്പ്. അപ്പോൾ നിലവിൽ ഇഷ്ടംപോലെ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഫേസ്ബുക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് എടുത്താൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ഫേസിൻ്റെ ആ ഭാഗത്തൊരു ടാഗ് കാണിക്കും. പല ഇൻസ്റ്റാഗ്രാം എല്ലാം ഇപ്പം നിലവിലുള്ള എല്ലാ ബിസിനസ്സും ഗൂഗിൾ ആയാലും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം റിസർച്ച് ചെയ്ത് അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അതേപോലെ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ ടെക്നോളജീസ് എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ ബിസിനസ് കേസസിന് നല്ലതാണ്, അതേപോലെ നിങ്ങൾ എഡ്യൂക്കേഷൻ വൈസിന് നല്ലതാണ്, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ഇതിൽ പ്രോജക്ട്സ് ചെയ്യാൻ നല്ലതാണ്. Hello guys, this is an image classification using TensorFlow. Okay, one second. Hold on, object കാണിക്കുകയോ? So it is detecting sofa and couch, persons. TV കാണിക്കുന്നുണ്ട്. ഓക്കെ, വേറെ അടുത്തോട്ടാണ് ഇമേജ് റിഫ്ലക്ഷൻ ബോട്ടിലാണ് ഫ്ലവർ വേസിന് പ്ലേസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, കപ്പായിട്ട് കാണിക്കുന്നുണ്ട്.
ക്ലാസ് ചെയ്യുന്നുണ്ട്. ബൈക്കിനെ ക്ലാസ് മോട്ടോർ സൈക്കിൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ ആ ചുമന്ന ആ ബട്ടണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഈ വീഡിയോസ് അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫൈ ചെയ്യണമെങ്കിൽ ബെൽ ഐക്കൺ നിൽക്കുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് നിങ്ങൾ താഴെ ആ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ ബൈ.